നിങ്ങൾക്ക് ഒരാളോട് ക്രഷ് ഉണ്ട്, ഓക്കെ. അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അത് നമുക്ക് നോക്കിയാലോ. ഫീലിങ്സ് ഓഫ് യുവർ ക്രഷ്. ഓക്കെ, കാർഡ്സ് ഷഫിൾഡ് ആണ്. ഒന്നുകൂടെ ഷഫിൾ ചെയ്യാം. എൻ്റെ വ്യൂവേഴ്സിന് ഒരു പേഴ്സണോട് ക്രഷ് ഉണ്ട്. അവരുടെ ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. ഓവർ തിങ്കിങ്ങിലാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ വേറെ ബോട്ട്സ്, നിങ്ങളുടെ ഓൺലൈൻ കാര്യങ്ങൾ എല്ലാം, വാട്സാപ്പ് DP അപ്ഡേറ്റ് സ്റ്റാറ്റസ് എല്ലാം ഇവർ കാര്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ തീരുമാനമെടുക്കാൻ സാധിക്കാതെ ഒരു ഓവർ തിങ്കിങ്ങിലാണ് എന്നാണ് കാണുന്നത്. ഒരു ടവർ മൂവ്മെൻ്റാണ്. അവർക്ക് എന്തോ ഒരു വലിയ തടസ്സം അവരുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ സ്റ്റോക്കിംഗ് നല്ല പോലെ തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ ഇവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മെസ്സേജസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവർ വീണ്ടും എടുത്ത് നോക്കാറുമുണ്ട് കേട്ടോ. ഈ കാർഡ് താഴെ വീണതാണ് കേട്ടോ. അതായത് നിങ്ങളെ ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഫ്രണ്ട്ഷിപ്പിൽ നിർത്താം എന്നുള്ള രീതിയാണ് അവർ ആലോചിക്കുന്നത്. അവരുടെ ഫീലിങ്സ് എന്ത് തന്നെ ആയാലും തൽക്കാലം ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിൽ മുന്നോട്ട് പോകാമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം തന്നെയാണ്. ദേ ലവ് യു കേട്ടോ. ദിസ് പേഴ്സൺ ലവ്സ് യു. പക്ഷേ എന്തോ സാഹചര്യം മൂലം അവരുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെൻ്റ് ഉണ്ട്. ആ ടവർ മൂവ്മെൻ്റ് കാരണം ഇവർ അതൊരു ഫ്രണ്ട്ഷിപ്പിൽ നിർത്താമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. ഫൈനാൻഷ്യൽ ഇഷ്യൂസാണ് അവിടെ കേട്ടോ. ഫൈനാൻഷ്യൽ ട്രബിളാണ്. അവരെ തടസ്സം എന്താണ് എന്ന് നമ്മൾ നോക്കണമെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ ട്രബിൾ ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, വിധി പോലെ കാര്യങ്ങൾ നടക്കട്ടെ. ജഡ്ജ്മെൻറ്റ് കാർഡാണ്. വിധി പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ച് അവരുടെ ഫീലിങ്സ് മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പുതിയൊരു ബിഗിനിങ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നുമില്ല. അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത്. പക്ഷേ അവർ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുകയാണ്. കാരണം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപാട് പ്രോബ്ലംസ് വരും എന്നിവർ വിചാരിക്കുന്നു. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്.